ഹലോ, നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ മെമ്മറി ഹൈറാർക്കി, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് മെമ്മറീസ് ഒക്കെ നോക്കാം. നമ്മൾ മെമ്മറിനെ പറ്റി പറയുന്ന സമയത്ത് മെമ്മറിനെ പ്രൈമറിലി രണ്ടെണ്ണമായിട്ടാണ് കാറ്റഗറൈസ് ചെയ്തിട്ടുള്ളത്. ഫസ്റ്റ് വൺ എക്സ്റ്റേണൽ മെമ്മറി, സെക്കൻഡ് വൺ ഇൻറ്റേർണൽ മെമ്മറി. ഓക്കെ, അപ്പോൾ എന്താണ് എക്സ്റ്റേണൽ മെമ്മറി? സി പി യു ഉണ്ട്, പ്രോസസ്സറാണ് നമ്മുടെ ഡാറ്റകളൊക്കെ പ്രോസസ്സ് ചെയ്യുന്നത് അല്ലേ. അപ്പം എക്സ്റ്റേണൽ മെമ്മറി എന്ന് പറഞ്ഞാൽ സി പി യുവിനോട്ട് ഡയറക്റ്റായിട്ട് കണക്ട് ചെയ്യാത്ത മെമ്മറീസിനെയാണ് നമ്മൾ എക്സ്റ്റേണൽ മെമ്മറി എന്ന് പറയുന്നത്. സി പി യു ആയിട്ട് ഡയറക്റ്റ് കണക്ഷൻ ഇവിടെ ഉണ്ടാവില്ല, അതാണ് എക്സ്റ്റേണൽ മെമ്മറി. അപ്പോൾ എക്സ്റ്റേണൽ മെമ്മറിയാണ് സെക്കൻഡറി മെമ്മറി നമുക്ക് വേണമെങ്കിൽ പറയാം. ഓക്കെ, അപ്പോൾ ഏതൊക്കെയാണ് സെക്കൻഡറി മെമ്മറി? നമ്മൾ ഡാറ്റ പെർമനൻ്റ് ആയിട്ട് സ്റ്റോർ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ് സെക്കൻഡറി മെമ്മറി അല്ലേ. അപ്പോൾ മാഗ്നറ്റിക് ഡിസ്ക് ഉണ്ട്, ഒപ്റ്റിക്കൽ ഡിസ്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ സി ഡി പോലുള്ള DVD പോലുള്ള മെമ്മറി സ്റ്റോറേജ് ഡിവൈസുകൾ അല്ലേ. മാഗ്നറ്റിക് ടൈപ്സ്, ഓക്കെ, പെരിഫറൽ സ്റ്റോറേജ് ഡിവൈസ് ഒക്കെ എന്താണ് എക്സ്റ്റേണൽ മെമ്മറിയാണ്. ഇൻറ്റേർണൽ മെമ്മറി പറഞ്ഞാൽ സി പി യു ആയിട്ട് ഡയറക്റ്റ് കണക്ട് ചെയ്യുന്ന ഡിവൈസ് മെമ്മറി. അപ്പോൾ എങ്ങനെയാണ് സി പി യു ആയിട്ട് ഡയറക്റ്റ് കണക്ട് ചെയ്യുന്ന ഡിവൈസ് മെമ്മറീസ് ഏതൊക്കെ വരിക? മെയിൻ മെമ്മറി എന്ന് പറഞ്ഞാൽ റാം വരും, പിന്നെ ക്യാഷ് മെമ്മറി വരും, പിന്നെ സി പി യു രജിസ്റ്റേഴ്സ്. അതായത് രജിസ്റ്റേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താ, നമ്മൾ ഏറ്റവും ഫണ്ടമെൻ്റൽ യൂണിറ്റ്, മെമ്മറിൻ്റെ ഫണ്ടമെൻ്റൽ യൂണിറ്റ് ആയിട്ട് നമ്മൾ രജിസ്റ്റേഴ്സ് പറയാം. അല്ലെങ്കിൽ ഒരു 16 അല്ലെങ്കിൽ 6 to 64 ബിറ്റ് ഡാറ്റ ഒക്കെ സ്റ്റോർ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഫാസ്റ്റസ്റ്റ് ആയിട്ടുള്ള മെമ്മറി കമ്പോണൻ്റ് ആണ് എന്ത്, രജിസ്റ്റേഴ്സ് അല്ലേ. അപ്പോൾ സി പി യു ഇപ്പോൾ അതൊരു പ്രോസസ്സറാണെന്നുണ്ടെങ്കിൽ പ്രോസസ്സറിൻ്റെ ഉള്ളിൽ തന്നെ എന്തുണ്ടാവും, ചെറിയ ചെറിയ രജിസ്റ്റേഴ്സ് ഉണ്ടാവും നമ്മുടെ പ്രോസസ്സ് ചെയ്യുന്ന ഡാറ്റകളെ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പം സി പി യു രജിസ്റ്റേഴ്സ് ഡയറക്റ്റായിട്ട് സി പി യു ആയിട്ട് കണക്ട് ചെയ്യുമല്ലോ. ക്യാഷ് മെമ്മറി ഡയറക്റ്റായിട്ട് കണക്ട് ചെയ്യുന്നുണ്ട്, റാം അല്ലെങ്കിൽ പ്രൈമറി മെമ്മറി ഡയറക്റ്റായിട്ട് കണക്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അതാണ് ഇൻറ്റേർണൽ മെമ്മറി. ഓക്കെ, ഇനി എക്സ്റ്റേണൽ മെമ്മറി എന്ന് പറഞ്ഞാൽ സി പി യു ആയിട്ട് ഡയറക്റ്റായിട്ട് കണക്ട് ചെയ്യാത്ത മെമ്മറിയാണ് എന്ത്, എക്സ്റ്റേണൽ മെമ്മറി. സി പി യു ആയിട്ട് ഡയറക്റ്റ് കണക്ട് ചെയ്യുന്ന അല്ലെങ്കിൽ മൈക്രോ പ്രോസസ്സറായിട്ട് ഡയറക്റ്റ് കണക്ട് ചെയ്യുന്ന മെമ്മറിയാണ് എന്ത്, ഇൻറ്റേർണൽ മെമ്മറി. ഓക്കെ, ഇനി നമുക്ക് ഇതിലേക്ക് വരാം, ഒരു മെമ്മറി ഹൈറാർക്കിയിലേക്ക് വരാം. ഓക്കെ, ഇതാണ് മെമ്മറി ഹൈറാർക്കി. ഈ ഒരു ഫിഗർ നിങ്ങൾ ഒരുപാട് തവണ കണ്ടിട്ടുണ്ടാവും, ഈ ഒരു ഫിഗർ. ഓക്കെ, മെമ്മറി ഹൈറാർക്കി വരുന്ന സമയത്ത് നമുക്ക് ഇതിന് ഒരുപാട് ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കുകയും ചെയ്യാം. മെമ്മറി ഹൈറാർക്കിയിലേക്ക് വരുന്ന സമയത്ത് നമ്മൾ മെമ്മറീസ്, ടൈപ്പ് ഓഫ് മെമ്മറീസ് ഒന്ന് നോക്കാം. ഓക്കെ, നമ്മൾ നേരത്തെ പറഞ്ഞ രജിസ്റ്റേഴ്സ് ഉണ്ട്, ക്യാഷ് മെമ്മറി ഉണ്ട്, മെയിൻ മെമ്മറി ഉണ്ട്, മാഗ്നറ്റിക് ഡിസ്ക്, ഒപ്റ്റിക്കൽ ഡിസ്ക്, മാഗ്നറ്റിക് ടൈപ്സ്. ഓക്കെ, ഇനി ഇവിടെ നോക്കുന്ന സമയത്ത് ഏറ്റവും മുകളിൽ കാണുന്നതാണ് രജിസ്റ്റേഴ്സ് അല്ലേ. ഏറ്റവും ടോപ്പ് ടു ബോട്ടം വരുന്ന സമയത്ത് ഇതിൻ്റെ സ്പീഡ് കുറഞ്ഞ രീതിയിലാണ് നമ്മൾ ഈ ഒരു മെമ്മറി ഹൈറാർക്കിനെ ക്രമീകരിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഏറ്റവും ഫാസ്റ്റസ്റ്റ് ഏറ്റവും മുകളിലായിരിക്കും അല്ലേ സി പി യു രജിസ്റ്റേഴ്സ് ആണ്. അതിന് ശേഷം വരുന്നതാണ് ക്യാഷ് മെമ്മറി. ക്യാഷ് മെമ്മറി എന്ന് പറഞ്ഞാൽ ഒരു എസ് റാം ആണ്. എസ് റാം എന്ന് പറഞ്ഞാൽ സ്റ്റാറ്റിക് റാം ആണ്. അപ്പോൾ ഇത് ഇവിടെ ശ്രദ്ധിക്കുക, ക്യാഷ് മെമ്മറി എന്ന് പറഞ്ഞാൽ സ്റ്റാറ്റിക് റാം ആണ്. മെയിൻ മെമ്മറി നമ്മൾ സാധാരണ പറയുന്ന റാമുകൾ ഉണ്ടല്ലോ അല്ലേ, അതാണ് മെയിൻ മെമ്മറി. അതായത് ഡാറ്റ ടെമ്പററി ആയിട്ട് സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് അത് പവർ ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ അതിലേക്ക് ലോഡ് ചെയ്ത ഡാറ്റകളൊക്കെ പോകും. ഓക്കെ, അതാണ് എന്ത്, പ്രൈമറി മെമ്മറി അറിയുന്നത്. ഓക്കെ, ഡി റാം ആണ് പ്രൈമറി മെമ്മറി. സാധാരണഗതിയിൽ ഡി റാം ആണ് പ്രൈമറി മെമ്മറി ആയിട്ട് യൂസ് ചെയ്യുന്നത്. ഓക്കെ, നെക്സ്റ്റ് മാഗ്നറ്റിക് ഡിസ്ക്. മാഗ്നറ്റിക് ഡിസ്ക് എന്നാൽ നമ്മൾ ഹാർഡ് ഡിസ്ക് ഡ്രൈവുകളൊക്കെ മാഗ്നറ്റിക് ഡിസ്കിൻ്റെ കാറ്റഗറിയിലാണ് വരുന്നത്. പിന്നെ ഒപ്റ്റിക്കൽ ഡിസ്ക് ആണ്. പിന്നെ മാഗ്നറ്റിക് ടൈപ്പ് എന്ന് പറഞ്ഞാൽ നമ്മളെ പഴയ കാലത്തുള്ള മ്യൂസിക് സിസ്റ്റംസിലൊക്കെ യൂസ് ചെയ്യുന്ന ടൈപ്പുകളുണ്ടല്ലോ, അതിനാണ് മാഗ്നറ്റിക് ടൈപ്സ് എന്ന് പറയുന്നത്. ഒരു ബ്ലാക്ക് കളർ ടൈപ്പ് യൂസ് ചെയ്തിട്ട് ആണ് നമ്മൾ ഡാറ്റ സ്റ്റോർ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഓക്കെ, അപ്പോൾ ഡാറ്റ സ്റ്റോറേജ് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന മെമ്മറി കമ്പോണൻസ് ആണ് ഇത്രയും. രജിസ്റ്റേഴ്സ് ഉണ്ട്, ക്യാഷ് മെമ്മറി. ഇതിൻ്റെ ഓർഡർ അനുസരിച്ച് തന്നെ പഠിച്ചു പോകണം. അത് നിങ്ങൾക്ക് എക്സാമിന് എന്ത് ചെയ്യും, ഈ ഓർഡർ കറക്റ്റ് ആക്കാനൊക്കെ ചോദിക്കും. അപ്പോൾ ഏറ്റവും ഫാസ്റ്റസ്റ്റ് രജിസ്റ്റേഴ്സ് ഇവിടെയാണ് നിങ്ങൾക്ക് കൺഫ്യൂഷൻ വരിക. ക്യാഷ് മെമ്മറി ഉണ്ട്, മെയിൻ മെമ്മറി ഉണ്ട്. ക്യാഷ് മെമ്മറിയാണ് ഫാസ്റ്റസ്റ്റ് മെയിൻ മെമ്മറിയിലേറെ.
ഓക്കെ, അതിനുശേഷം മെയിൻ മെമ്മറി, മാഗ്നറ്റിക് ഡിസ്ക്, ഒപ്റ്റിക് ഡിസ്ക്, മാഗ്നറ്റിക് ടൈപ്പ്. ഓക്കെ, ഇനി നോക്കിയാൽ നമുക്കിനി ഓരോന്നും സെപ്പറേറ്റ് ആയിട്ട് ഇതൊന്ന് നോക്കേണ്ടി വരും. ഓക്കെ, ഇതിൽ സി പി യു ഇവിടെ മൈക്രോ പ്രോസസ്സർ ഉണ്ട്. ഓക്കെ, ഈ മൈക്രോ പ്രോസസ്സറിന് തൊട്ട് താഴെ ആരുണ്ട്? ക്യാഷ് മെമ്മറി ഉണ്ട്. അപ്പോൾ ഈ മൈക്രോ പ്രോസസ്സറിൽ തന്നെ ആയിരിക്കും രജിസ്റ്റേഴ്സ്. ഓക്കെ, അപ്പോൾ രജിസ്റ്റേഴ്സ് മൈക്രോ പ്രോസസ്സറാണ് ഏറ്റവും ഫാസ്റ്റസ്റ്റ് കമ്പോണൻറ്റ് ഇൻ ദ സിസ്റ്റം അല്ലേ. അപ്പോൾ മൈക്രോ പ്രോസസ്സറിൻ്റെ ഉള്ളിലത്തെ രജിസ്റ്റർ എന്ന് പറഞ്ഞാൽ എന്താ? അപ്പോൾ മൈക്രോ പ്രോസസ്സറിനോളം ഫാസ്റ്റസ്റ്റ് ആയിരിക്കുമല്ലോ അല്ലേ. ഇനി അതിന് തൊട്ട് താഴെയാണ് ക്യാഷ് മെമ്മറി. ഓക്കെ, ഇവിടെ ക്യാഷ് മെമ്മറിയിൽ എന്തെങ്കിലും ഡാറ്റ ഇല്ല, ഇപ്പോൾ നമുക്ക് എന്തെങ്കിലും ഡാറ്റ ആക്സസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ മൈക്രോ പ്രോസസ്സർ ഫസ്റ്റ് എവിടെ ചെക്ക് ചെയ്യും? ക്യാഷ് മെമ്മറിയിൽ ചെക്ക് ചെയ്യും. ക്യാഷ് മെമ്മറിയിൽ ഡാറ്റ ഇല്ല എന്നുണ്ടെങ്കിൽ മാത്രമേ മെയിൻ മെമ്മറി അല്ലെങ്കിൽ റാമിലേക്ക് ഡാറ്റ എടുക്കുള്ളൂ. ഓക്കെ, അപ്പോൾ ക്യാഷ് മെമ്മറി, അതിനുശേഷം റാം, അതിനുശേഷം ഹാർഡ് ഡിസ്ക്, അങ്ങനെയാണ് പോവുക. ഓക്കെ, ഇനി നമുക്ക് ഫസ്റ്റ് വൺ എന്തായിരുന്നു? രജിസ്റ്റേഴ്സ് ആയിരുന്നു അല്ലേ. രജിസ്റ്റേഴ്സ് എന്ന് പറഞ്ഞാൽ ഹൈ സ്പീഡാണ്, ലൊക്കേറ്റ് ഇൻസൈഡ് ദ സി പി യു ടു സ്റ്റോർ മോസ്റ്റ് ഫ്രീക്വൻ്റ്ലി യൂസ്ഡ് ഡാറ്റ ആൻഡ് ഇൻസ്ട്രക്ഷൻസ്. രജിസ്റ്റേഴ്സ് എന്ന് പറഞ്ഞാൽ എവിടെയാണ് കാണുന്നത്? രജിസ്റ്റേഴ്സ് എന്ന് പറഞ്ഞാൽ എവിടെയാണ്? അത് സി പി യുൻ്റെ ഉള്ളിൽ തന്നെയാണ്. ഹൈ സ്പീഡ്, കാരണം സി പി യുൻ്റെ ഉള്ളിലായതുകൊണ്ട് സി പി യുയോളം സ്പീഡ് രജിസ്റ്റേഴ്സിന് വരും. സി പി യുൻ്റെ ഉള്ളിലാണ് കാണുന്നത്. എന്തിനു വേണ്ടിയിട്ടാണ്? മോസ്റ്റ് ഫ്രീക്വൻ്റ്ലി യൂസ്ഡ് ഡാറ്റ ആൻഡ് ഇൻസ്ട്രക്ഷൻസിനെ സ്റ്റോർ ചെയ്യാനും ഹോൾഡ് ചെയ്യാനും വെക്കാനാണ് എന്ത് യൂസ് ചെയ്യുന്നത്? രജിസ്റ്റേഴ്സ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഏറ്റവും കുറവ് സ്റ്റോറേജ് കപ്പാസിറ്റിയാണ് രജിസ്റ്ററിനുള്ളത്. എത്രയാണ്? ഒരു 60 to 64 ബിറ്റൊക്കെ ഡാറ്റയാണ് ഇതിലേക്ക് സ്റ്റോർ ചെയ്യാൻ കഴിയുള്ളൂ. അപ്പോൾ ഇവിടെ നോക്കേണ്ടത് ഫാസ്റ്റസ്റ്റ് ആക്സസ് ആണ്, സ്മോളസ്റ്റ് സ്റ്റോറേജ് കപ്പാസിറ്റി. ഓക്കെ, നെക്സ്റ്റ് ആണ് എന്ത്? ക്യാഷ് മെമ്മറി. ക്യാഷ് മെമ്മറി ഒരു റാമിൻ്റെ ടൈപ്പ് തന്നെയാണ് ക്യാഷ് മെമ്മറി. എസ് റാം ആണെന്നുള്ളൂ, അതായത് സ്റ്റാറ്റിക് റാമാണ്. ഓക്കെ, സ്റ്റാറ്റിക് റാമാണ് ക്യാഷ് മെമ്മറി. അപ്പോൾ ഇത് ഈ ഒരു പോയിൻ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോട്ട് ചെയ്ത് വെക്കാം. സ്റ്റാറ്റിക് റാമാണ് ക്യാഷ് മെമ്മറി കേട്ടോ. അപ്പോൾ ക്യാഷ് മെമ്മറി എന്ന് പറയുമ്പോൾ ഇപ്പോൾ നമ്മൾ നേരത്തെ നോക്കി, ഇപ്പോൾ സി പി യു ഏതെങ്കിലും ഒരു ഡാറ്റ പ്രോസസ്സ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഹാർഡ് ഡിസ്കിൻ്റെ ഉള്ളിൽ ഒരു MP3 ഫയലുണ്ട്. ആ MP3 ഫയലിൻ്റെ ആ പ്രോസസ്സിനെ ഓരോ പേജസ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ട് റാമിലേക്ക് എത്തിക്കും ഡാറ്റ. ഓക്കെ, ഇനി ഫസ്റ്റ് സി പി യു ഫസ്റ്റ് ടൈം നോക്കുന്നത് റാമിലേക്കല്ല, ക്യാഷ് മെമ്മറിയിലെ ആ ഡാറ്റ ഉണ്ടോ നോക്കിയിട്ട് മാത്രമേ റാമിലേക്ക് ആ ഡാറ്റ ഉണ്ടോ നോക്കുള്ളൂ. ഓക്കെ, അപ്പോൾ ക്യാഷ് മെമ്മറി എന്ന് പറഞ്ഞാൽ ഫ്രീക്വൻ്റ്ലി റിക്വയർഡ് ഡാറ്റ ഫോർ സി പി യു ഈസ് സപ്ലൈഡ് ബൈ ക്യാഷ് മെമ്മറി. അങ്ങനെയാണ്. അതായത് ഇപ്പോൾ നമുക്ക് ഇവിടെ ശ്രദ്ധിക്കേണ്ടത്, ഒരു ഡാറ്റ പ്രോസസ്സ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ ഡാറ്റ എവിടേക്ക് ലോഡ് ചെയ്യും? എന്തായാലും റാമിലേക്ക് ലോഡ് ചെയ്യും അല്ലേ. ഇപ്പോൾ ഒരു ഡാറ്റ, ഇപ്പോൾ എ എന്ന് പറഞ്ഞിട്ടുള്ള ഡാറ്റേനെ പ്രോസസ്സ് ചെയ്യണം, റാമിലേക്ക് ലോഡ് ചെയ്ത്. ഓക്കെ, റാമിലേക്ക് ഒരു വട്ടം ഇത് പ്രോസസ്സ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് എന്ത് യൂസ് ചെയ്യും? ക്യാഷിലേക്ക് എത്തും. ഓക്കെ, ഇനി പിന്നീട് ഈ എ എന്ന് പറഞ്ഞിട്ടുള്ള ഡാറ്റനെ പ്രോസസ്സ് ചെയ്യണമെന്നുണ്ടെങ്കിൽ സി പി യു ഫസ്റ്റ്ലി ചെക്ക് ചെയ്ത ക്യാഷിലുണ്ടോ എന്നാണ് നോക്കുക. ക്യാഷ് മെമ്മറിയിൽ ഇല്ല എന്നുണ്ടെങ്കിൽ മാത്രമേ എന്ത് യൂസ് ചെയ്യുള്ളൂ? റാമിലേക്ക് ആക്സസ് കൊടുക്കുള്ളൂ. ഓക്കെ, ഇതിലില്ല എന്നുണ്ടെങ്കിൽ മാത്രമേ എവിടേക്ക് പോവുള്ളൂ? ഈ റാമിലേക്ക് പോവുള്ളൂ. ഓക്കെ, ഇങ്ങനെയാണ് ഇതിൻ്റെ വർക്കിംഗ്. അപ്പോൾ ഫ്രീക്വൻ്റ്ലി റിക്വയർഡ് ഡാറ്റനെ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ക്യാഷ് മെമ്മറി യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഒരുപാട് തവണ നമ്മൾ യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ സി പി യുവിന് റാമിലേക്ക് പോകാൻ കുറച്ചും പാട് ടൈം കൂടുതൽ വേണം. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ക്യാഷ് മെമ്മറിയിൽ ഫസ്റ്റ് ചെക്ക് ചെയ്യും. ഫാസ്റ്റ് മെമ്മറി ഡാറ്റ ഇല്ല എന്നുണ്ടെങ്കിൽ മാത്രമല്ല ഒരു സമയത്തുള്ളൂ റാമിലേക്ക് ഡാറ്റ ആക്സസ് ചെയ്യാൻ പോവുള്ളൂ. ഓക്കെ, ഇനി അപ്പോൾ അതുകൊണ്ടാണ് ഫ്രീക്വൻ്റ്ലി റിക്വയർഡ് ഡാറ്റ, എപ്പോഴും ആവശ്യമായിട്ടുള്ള ഡാറ്റകളൊക്കെ നമ്മൾ ക്യാഷിലേക്ക് എടുക്കും. ഓക്കെ, അപ്പോൾ ഇത് എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഇങ്ങനെ ഫ്രീക്വൻ്റ്ലി റിക്വയർഡ് ഡാറ്റ ക്യാഷിലേക്ക് എടുക്കുക എന്ന് പറയുമ്പോൾ ഇത് നമുക്ക് അപ്പോൾ ഇങ്ങനെ ഒരു കൺസെപ്റ്റാണ്. ക്യാഷ് മെമ്മറി വർക്ക്സ് ഓൺ ലൊക്കാലിറ്റി ഓഫ് റെഫറൻസ്. ലൊക്കാലിറ്റി
ഓഫ് റെഫറൻസ്. അപ്പോൾ വർക്ക്സ് ബേസ്, അപ്പോൾ ഈ ക്യാഷ് മെമ്മറിൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പിളാണ് ലൊക്കാലിറ്റി ഓഫ് റെഫറൻസ് കേട്ടോ. അപ്പോൾ 3 ടൈപ്പ് ഓഫ് ക്യാഷ് ഉണ്ട്. L1 ക്യാഷ്, L2 ക്യാഷ്, L3 ക്യാഷ്. ഓക്കെ, അപ്പോൾ എന്താണ് L1 ക്യാഷ്, L2? 3 ടൈപ്പ് ഓഫ് ക്യാഷുകളാണുള്ളത്. ഓക്കെ, എന്താണ് L1 ക്യാഷ്? L1 ക്യാഷ് എന്ന് പറഞ്ഞാൽ നമ്മൾ സി പി യുവിൻ്റെ ഉള്ളിൽ തന്നെയാണ് ക്യാഷ് മെമ്മറി ഇൻബിൽഡ് ആയിട്ട് വെച്ചിട്ടുള്ളതുണ്ടെങ്കിൽ അതാണ് L1 ക്യാഷ്. ഓക്കെ ഓക്കെ, അപ്പോൾ സി പി യു ഇത് L1 ക്യാഷ് എന്ന് പറയുമ്പോൾ ഏറ്റവും ഫാസ്റ്റസ്റ്റ് ടൈപ്പ് ഓഫ് ക്യാഷാണ്. ഓക്കെ, ഇനി ഇത് എവിടെയാണ് ഇൻബിൽഡ് ചെയ്ത് വെച്ചിട്ടുള്ളത്? ഒരു പ്രോസസ്സറിൻ്റെ ഉള്ളിൽ തന്നെയാണ് ഇൻറ്റഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളതെന്നുണ്ടെങ്കിൽ അതാണ് L1 ക്യാഷ്. അപ്പോൾ പ്രോസസ്സറിൻ്റെ ഉള്ളിലത്തെ ക്യാഷ് തന്നെയാണ് എന്ത് L1 ക്യാഷ് അല്ലേ. അപ്പോൾ എങ്ങനെയാണ് പ്രോസസ്സറോളം സ്പീഡ് L1 ക്യാഷിനുണ്ടാവും. ഓക്കെ, അപ്പോൾ എന്താണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്? ഒരു ടൈനി എമൗണ്ട് ഓഫ് മെമ്മറി ഇൻറ്റഗ്രേറ്റഡ് ഇൻസൈഡ് ദ സി പി യു അല്ലേ. അതാ. അപ്പോൾ ഇൻറ്റഗ്രേറ്റഡ് വിത്ത് ദ സി പി യു ഇറ്റ് ക്യാൻ ഓപ്പറേറ്റ് സെയിം സ്പീഡ് ഓഫ് സി പി യു. ഓക്കെ ആണല്ലോ അത്. ഇനി നമ്മൾ സി പി യുവിന് എന്തെങ്കിലും ഡാറ്റ പ്രോസസ്സ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ചെക്ക് ചെയ്യുക L1 ക്യാഷിലായിരിക്കും. ഇനി L1 ക്യാഷിൽ ആ ഡാറ്റ ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞു സി പി യുവിന് എന്തെങ്കിലും ഡാറ്റ വേണമെന്നുണ്ടെങ്കിൽ എവിടേക്ക് എത്തും? അത് ക്യാഷ് മെമ്മറിയിലേക്ക് എത്തും അല്ലേ. പിന്നെ നമ്മൾ പറഞ്ഞു ക്യാഷ് മെമ്മറി പറഞ്ഞാൽ L1 ഉണ്ട്, L2 ഉണ്ട്, L3 ഉണ്ട്. ഓക്കെ, L1 എന്ന് പറഞ്ഞാൽ എവിടെയാണുള്ളത്? ഈ സി പി യുവിൻ്റെ ഉള്ളിൽ തന്നെയാണുള്ളത്. ഈ പ്രോസസ്സറിന് എന്തെങ്കിലും ഡാറ്റ പ്രോസസ്സ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ ഡാറ്റ ഫസ്റ്റ് ചെക്ക് ചെയ്യുന്നത് L1 ക്യാഷിലായിരിക്കും. ഇതാ ഇവിടെ ഉണ്ടോ നോക്കും. ഇനി ഇവിടെ ഇല്ലാത്തൊരു കേസിലാണ് L2 ക്യാഷിലേക്ക് ചെക്ക് ചെയ്യുക. ഓക്കെ, അപ്പോൾ L2 ക്യാഷ് എന്ന് പറഞ്ഞാൽ ഇൻസൈഡ് ദ സി പി യു അല്ലെങ്കിൽ ഔട്ട്സൈഡ്, ചിലപ്പോൾ ഇൻസൈഡ് സി പി യു ആയിരിക്കും, ചിലപ്പോൾ ഔട്ട്സൈഡ് ദ സി പി യു ആയിരിക്കും. ഓക്കെ, അപ്പോൾ എങ്ങനെയാണ് ഇത് പറഞ്ഞിട്ടുള്ളത്? കണക്റ്റഡ് വിത്ത് വെരി ഹൈ സ്പീഡ് ബസ് വിത്ത് സി പി യു അല്ലേ. അപ്പോൾ L2 ക്യാഷ്. ഇനി ഈ L2 ക്യാഷിലും ഡാറ്റ ഇല്ല എന്നുണ്ടെങ്കിൽ എവിടെ ചെക്ക് ചെയ്യും? ഒരു L3 ക്യാഷിൽ ഡാറ്റ ചെക്ക് ചെയ്യാൻ പോകും. ഓക്കെ, അപ്പോൾ അതാണ് L3 യൂസ്ഡ് എൻഹാൻസ് പെർഫോമൻസ്. L1ൻ്റെയും L2ൻ്റെയും പെർഫോമൻസ് എൻഹാൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഒരു L3 ക്യാഷ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ നോക്കിയാൽ ഇപ്പോൾ ഇവിടെ ഇതിൻ്റെ ബേസിക് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. സി പി യു പ്രോസസ്സർ ഉണ്ട് ഇവിടെ. ഓക്കെ, ഒരു ഡാറ്റ പ്രോസസ്സ് ചെയ്യണം. ആ പ്രോസസ്സ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ ഡാറ്റ എന്തായാലും നമ്മൾ എവിടേക്ക് എത്തിക്കും? റാമിൽ, ഹാർഡ് ഡിസ്കിൽ ഒരു MP3 ഫയലാണ് വിചാരിച്ചോ. ഈ MP3 ഫയൽ റാമിലേക്ക് എത്തിക്കും. ഒരു വട്ടം ഇത് പ്രോസസ്സ് ചെയ്തിട്ട് പിന്നെയും ഇത് പ്രോസസ്സ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ ക്യാഷ് മെമ്മറിയിലേക്ക് എത്തിയിട്ടുണ്ടാവും അത്. ഓക്കെ, അപ്പോൾ ഫ്രീക്വൻ്റ്ലി യൂസ്ഡ് ഡാറ്റ എവിടേക്ക് എത്തിയിട്ടുണ്ടാവും? ക്യാഷ് മെമ്മറിയിൽ എത്തിയിട്ടുണ്ടാവും. ഓക്കെ, അപ്പോൾ ഒരു വട്ടം യൂസ് ചെയ്താൽ മാത്രമേ നമ്മൾ എന്ത് ചെയ്യും? ഈ ക്യാഷ് മെമ്മറിയിൽ ഡാറ്റ ഉണ്ടാവുള്ളൂ. ഇനി പ്രോസസ്സർ അതൊന്നും കൂടി പ്ലേ ചെയ്യാണ്. അപ്പോൾ ഫസ്റ്റ് L1 ചെക്ക് ചെയ്യും. ഇതിലുണ്ട് എന്നുണ്ടെങ്കിൽ ഓക്കെ ഇവിടുന്ന് ഡാറ്റ എടുക്കും. ഇനി ഇതിലില്ല എന്നുണ്ടെങ്കിൽ എവിടെ നിന്ന് എടുക്കും? L2 നിന്ന് എടുക്കും. ഇനി ഇതിലും ഇല്ല എന്നുണ്ടെങ്കിൽ L3 നിന്ന് എടുക്കും. ഇനി ഈ L1 L2 L3 കൂടി ചേർന്നാണല്ലോ ക്യാഷ് മെമ്മറി. ഈ ക്യാഷ് മെമ്മറിയിൽ ഡാറ്റ ഇല്ല എന്നുണ്ടെങ്കിൽ നേരെ പ്രോസസ്സർ റാമിൽ നിന്ന് ഡാറ്റ ആക്സസ് ചെയ്യും. ഓക്കെ, അത് കറക്റ്റാണെന്ന് തോന്നുന്നു, മനസ്സിലായെന്ന് തോന്നുന്നു. ഓക്കെ, ഇനി നമ്മളെന്ത് ചെയ്യും? ഒരു കൺസെപ്റ്റാണ്. സി പി യുവിൽ നമ്മൾ സി പി യു ക്യാഷ് മെമ്മറിയിൽ ഡാറ്റ ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ട് സെർച്ച് ചെയ്തില്ലേ. ആ ക്യാഷ് മെമ്മറിയിൽ ആ ഡാറ്റ ഉണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു ഇൻട്രപ്റ്റ് ജനറേറ്റ് ചെയ്യും. അതാണ് ക്യാഷ് ഹിറ്റ്. ഓക്കെ, ഇഫ് സി പി യു ഫൈൻഡ് ദ ഡാറ്റ ഇൻസൈഡ് ദ ക്യാഷ് ഇറ്റ് ഈസ് കോൾഡ് ക്യാഷ് ഹിറ്റ്. ഓക്കെ, ആ ക്യാഷ് മെമ്മറിയിൽ ഡാറ്റ ആക്സസ് ചെയ്യാൻ പോയി, ആ ഡാറ്റ അവിടെ ഉണ്ട് എന്നുണ്ടെങ്കിലാണ് അത് ക്യാഷ് ഹിറ്റ് ജനറേറ്റ് ചെയ്യുക. ഓക്കെ, ഇനി ക്യാഷ് മെമ്മറിയിൽ ഡാറ്റ ആക്സസ് ചെയ്യാൻ പോകുമ്പോൾ ഡാറ്റ അവിടെ ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് പറയും? ക്യാഷ് മിസ് എന്ന് പറയും. ഓക്കെ, അപ്പോൾ നമ്മൾ രജിസ്റ്റേഴ്സ്, മെമ്മറി ഹൈറാർക്കിയിൽ രജിസ്റ്റേഴ്സ് നോക്കി, ക്യാഷ് മെമ്മറി നോക്കി. നെക്സ്റ്റ് ആണ് മെയിൻ മെമ്മറി. ഓക്കെ, മെയിൻ മെമ്മറി എന്ന് പറഞ്ഞാൽ റാൻഡം ആക്സസ് മെമ്മറി, റാം ആണ് അല്ലേ.
അതായത് ഇമ്മീഡിയറ്റ് ഡാറ്റ സ്റ്റോറേജ് ആൻഡ് റിട്രീവലിന് വേണ്ടിയിട്ടാണ് റാം മെമ്മറി. ഒരു വോളട്ടൈൽ മെമ്മറിയാണ് റാം. എന്താണ് വോളട്ടൈൽ എന്ന് പറഞ്ഞാൽ റാമിനുള്ളിൽ ഡാറ്റ സ്റ്റോർ ചെയ്ത് കഴിഞ്ഞാൽ അത് പവർ ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ അതിലേക്ക് സ്റ്റോർ ചെയ്ത ഡാറ്റകളൊക്കെ മിസ്സായി പോകും. ഓക്കെ, ഇപ്പോൾ റാമിലേക്ക് ഡാറ്റ സ്റ്റോർ ചെയ്തു, എന്ന് പറഞ്ഞ ഡാറ്റ സ്റ്റോർ ചെയ്തു, പവർ ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഡാറ്റ അവിടുന്ന് പോവും. പെർമനൻറ്റ് സ്റ്റോറേജ് അല്ല. ഓക്കെ, വോളട്ടൈൽ മെമ്മറിയാണ്. ഇപ്പോൾ നമുക്ക് എങ്ങനെ പറയാം, ഒരു വോളട്ടൈൽ മെമ്മറിയാണ്. റീറ്റെയിൻഡ് ഡാറ്റ ഓൺലി അറ്റ് ദ പവർ ടൈം ആൻഡ് ലോസ്റ്റ് ഡാറ്റ വെൻ പവർ ഓഫ്. ഓക്കെ, അപ്പോൾ വോളട്ടൈൽ മെമ്മറി ഏതാണ് ചോദിക്കും, റാം ആണ് ആൻസർ കേട്ടോ. റാം ആണ് വോളട്ടൈൽ മെമ്മറി. നെക്സ്റ്റ് ആണ് സെക്കൻഡറി മെമ്മറി. പ്രൈമറി മെമ്മറിനെ നമ്മൾ എന്ത് പറയും, റാം എന്ന് പറയും. വോളട്ടൈൽ മെമ്മറി എന്ന് പറയും. ഓക്കെ, നെക്സ്റ്റ് സെക്കൻഡറി മെമ്മറി. ഓക്കെ, സെക്കൻഡറി മെമ്മറി എന്നാൽ നോൺ വോളട്ടൈലാണ്. അപ്പോൾ എന്താണ് നോൺ വോളട്ടൈൽ? നോൺ വോളട്ടൈൽ എന്ന് പറഞ്ഞാൽ പവർ ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഡാറ്റ അവിടെ ഉണ്ടാവും. നമ്മളിപ്പോൾ ഒരു MP3 ഫയൽ ഒരു ഹാർഡ് ഡിസ്കിൽ ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ പവർ ഓഫ് ചെയ്തിട്ട് പവർ ഓൺ ചെയ്ത് കഴിഞ്ഞാലും ആ ഡാറ്റ അവിടെ തന്നെ ഉണ്ടാവുമല്ലോ. അതാണ് എന്ത് സെക്കൻഡറി മെമ്മറി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, സെക്കൻഡറി മെമ്മറി നമ്മൾ ഹാർഡ് ഡിസ്ക് കാര്യങ്ങളൊക്കെ പുതിയ മെമ്മറി ഡിവൈസുകളാണ് SSD. അതെന്താണ് SSD? സോളിഡ് സ്റ്റേറ്റ് ഡ്രൈവ് അല്ലേ. ഹാർഡ് ഡിസ്ക് എന്ന് പറഞ്ഞാൽ ഹാർഡ് ഡിസ്ക് ഡ്രൈവ്. ഓക്കെ, മെമ്മറി ഡിസ്ക് ഉണ്ട്. ഒരു സർക്കുലർ പ്ലേറ്റ് ആയിട്ടായിരിക്കും മെമ്മറി ഡിസ്കിനെ കാണിക്കുക. മെമ്മറി ടൈപ്പ് ഇതൊക്കെയാണ് സെക്കൻഡറി മെമ്മറി ഉള്ളത്. അപ്പോൾ അതൊക്കെയാണുള്ളത്. ഹാർഡ് ഡിസ്ക് ഉണ്ട്, സോളിഡ് സ്റ്റേറ്റ് ഡ്രൈവ് ഉണ്ട്, മെമ്മറി ഡിസ്ക്, മാഗ്നറ്റിക് ഡിസ്ക്, മാഗ്നറ്റിക് ടൈപ്സ്. ഇവിടെ ഒരു ക്വസ്റ്റ്യൻ ആണ്. മെമ്മറി തന്നിട്ടുണ്ട്, മെമ്മറി കമ്പോണൻസ് തന്നിട്ടുണ്ട്. അതിൽ ഡിക്രീസിങ് ആക്സസ് ടൈം അനുസരിച്ച് കാറ്റഗറൈസ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഈ ഫിഗറിലൊന്ന് നോക്കാം. നമ്മൾ ഏറ്റവും ഫാസ്റ്റസ്റ്റ് ഏതാ പറഞ്ഞത്? ഏറ്റവും ഫാസ്റ്റസ്റ്റ് രജിസ്റ്റേഴ്സ് ആണ് അല്ലേ. ഓക്കെ, രജിസ്റ്റേഴ്സ് ആണ് ഏറ്റവും ഫാസ്റ്റസ്റ്റ്. പിന്നെ ക്യാഷ് മെമ്മറി, ഇങ്ങനെ പോകും. ഓക്കെ, ഇതിന് കപ്പാസിറ്റി ഏറ്റവും കൂടുതൽ ഏതാ? കപ്പാസിറ്റി ഏറ്റവും കൂടുതൽ ഇതാ ഇങ്ങനെ നോക്കിയാൽ ഇവിടെ നിന്നാണ് കപ്പാസിറ്റി ഏറ്റവും കൂടുതലായിട്ട് ഇങ്ങനെ വരിക. ഓക്കെ, ഇനി ആക്സസ് ടൈം എന്ന് പറഞ്ഞാൽ നമുക്ക് ഏറ്റവും ഫാസ്റ്ററായിട്ട് ആക്സസ് ചെയ്യുന്നത് ഏതാ? രജിസ്റ്റേഴ്സ് ഏറ്റവും ഫാസ്റ്ററായിട്ട് ആക്സസ് ചെയ്യാം അല്ലേ. രജിസ്റ്റേഴ്സ് ആണ് ഏറ്റവും ഫാസ്റ്റസ്റ്റ്. അപ്പോൾ ആക്സസ് ടൈം എന്ന് പറയുമ്പോൾ ഏറ്റവും സ്ലോവസ്റ്റ് ആയിട്ടുള്ള മെമ്മറിക്ക് അല്ലേ ഏറ്റവും കൂടുതൽ ആക്സസ് ചെയ്യേണ്ട ടൈം ആവശ്യമുള്ളൂ അല്ലേ. അപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്കായിരിക്കും ആക്സസ് ടൈം കൂടി വരിക. ഓക്കെ, ഏറ്റവും കൂടുതൽ ആക്സസ് ടൈം ആവശ്യം മാഗ്നറ്റിക് ടൈപ്പ് ആയിരിക്കും. കാരണം ഏറ്റവും സ്ലോവസ്റ്റ് ആളുകൾ ആക്സസ് ചെയ്യാനായിരിക്കും ഏറ്റവും കൂടുതൽ സമയം വേണ്ടത് അല്ലേ. അപ്പോൾ ഇൻക്രീസിങ് കപ്പാസിറ്റി ആൻഡ് ആക്സസ് ടൈം ഏറ്റവും കൂടുതൽ ഇവരാണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു ആക്സസ് ടൈം അനുസരിച്ചാണ് ഈ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. എന്താണ് ക്വസ്റ്റ്യൻ എന്താണെന്നിട്ടുള്ളത്? വിച്ച് ഓഫ് ദ ഫോളോയിങ് ഓപ്ഷൻ സെറ്റ് ദ കറക്റ്റ് സ്റ്റോറേജ് ഹൈറാർക്കി ഇൻ ടേംസ് ഓഫ് ഡിക്രീസിങ് ആക്സസ് ടൈം. ഓക്കെ, അപ്പോൾ ഏറ്റവും കൂടുതൽ ആക്സസ് ടൈം ആർക്ക് വേണ്ടത്? മാഗ്നറ്റിക് ടൈപ്പിനാണ് അല്ലേ നമ്മൾ പറഞ്ഞത്. പിന്നെ മാഗ്നറ്റിക് ഡിസ്ക്, മെമ്മറി, രജിസ്റ്റേഴ്സ്. ഓപ്ഷൻ സി ആയിരിക്കും കറക്റ്റ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് മെമ്മറി ദാറ്റ് കമ്മ്യൂണിക്കേറ്റ് ഡയറക്റ്റ്ലി വിത്ത് CPU. അതേതാ? മെമ്മറി ഡയറക്റ്റ്ലി വിത്ത് CPU നമ്മൾ ഫസ്റ്റ് കാറ്റഗറി പറഞ്ഞല്ലോ. ഏതായിരുന്നു? ഇൻറ്റേർണൽ മെമ്മറി അല്ലേ. ഇൻറ്റേർണൽ മെമ്മറി പറഞ്ഞാൽ മെയിൻ മെമ്മറിയാണ് വരുന്നത്. ഓക്കെ, ഇനി വരുന്നത് നമുക്ക് കാറ്റഗറിയാണ് സെമി കണ്ടക്ടർ മെമ്മറി എന്നുള്ളൊരു കാറ്റഗറിയാണ് വരുന്നത്. നമുക്ക് നോക്കി വെക്കാം. ഓക്കെ, ഒരു സെമി കണ്ടക്ടർ മെമ്മറി രണ്ട് തരത്തിലാണ് നമ്മൾ കാറ്റഗറൈസ് ചെയ്തിട്ടുള്ളത്. ഫസ്റ്റ് വൺ റാം ആൻഡ് റോം. ഓക്കെ, സെമി കണ്ടക്ടർ മെമ്മറിയിൽ റാം ആൻഡ് റോം. റാം എന്ന് പറഞ്ഞാൽ റാൻഡം ആക്സസ് മെമ്മറി, റോം എന്ന് പറഞ്ഞാൽ എന്താ? റീഡ് ഓൺലി മെമ്മറി. ഓക്കെ, റാം എന്ന് പറഞ്ഞാൽ വോളട്ടൈൽ മെമ്മറിയാണ്. എന്താണ് വോളട്ടൈൽ? പവർ ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ ഡാറ്റ മിസ്സാവും അല്ലേ, ഡാറ്റ റീറ്റെയിൻ ചെയ്യൂല.
പക്ഷേ റോം എന്ന് പറഞ്ഞാൽ എന്താ, അത് ഒരു പെർമനൻറ്റ് മെമ്മറിയാണ്. റോമിൽ ഡാറ്റ സ്റ്റോർ ചെയ്ത് കഴിഞ്ഞാൽ അത് പവർ ഓഫ് ചെയ്ത് കഴിഞ്ഞാലും നമ്മൾ എന്ത് ചെയ്യും, ഡാറ്റ അവിടെ റീറ്റെയിൻ ചെയ്യും. നമ്മൾ എക്സ്റ്റേണലി എന്തെങ്കിലും ഒരു ഫോഴ്സ് അപ്ലൈ ചെയ്തിട്ട് മാത്രമേ നമുക്ക് അതിനെ ഡാറ്റനെ നമുക്ക് കളയാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ റോം എന്ന് പറഞ്ഞാൽ നോൺ വോളറ്റൈലാണ്. നോൺ വോളറ്റൈലിനെ റീറ്റെയിൻ ഡാറ്റ ആഫ്റ്റർ പവർ ഓഫ്. ഓക്കെ, ഈ റോം എന്ന് പറഞ്ഞാൽ എന്താ, റീഡ് ഓൺലി മെമ്മറിയാണ്. ഇതിലേക്ക് നമ്മൾ റൈറ്റ് ചെയ്യൊന്നും ചെയ്യൂല റോമിലേക്ക്. ഓക്കെ, നമുക്ക് എന്താ ആവശ്യമുള്ള അതിനെ റീഡ് ചെയ്ത് ആ ഒരു പ്രോഗ്രാം ആയിരിക്കും റോമിൻ്റെ ഉള്ളിൽ. ആ പ്രോഗ്രാമിനെ നമ്മൾ റീഡ് ചെയ്യേ ചെയ്യുള്ളൂ റോം. റാം എന്ന് പറഞ്ഞാൽ നമുക്ക് അതിലേക്ക് റീഡ് ചെയ്യാനും പറ്റും, റൈറ്റ് ചെയ്യാനും പറ്റും. റൈറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അതിലേക്ക് ഡാറ്റ മോഡിഫൈ ചെയ്തിട്ട് എടുക്കാൻ കഴിയും. ഓക്കെ, ഈ റാമിനെ നമ്മൾ 2 കാറ്റഗറി ആക്കി വെച്ചിട്ടുണ്ട്. ഏതൊക്കെയാണ്? എസ് റാം ആൻഡ് ഡി റാം. എസ് റാം എന്ന് പറഞ്ഞാൽ സ്റ്റാറ്റിക് റാം. നമ്മൾ നേരത്തെ പറഞ്ഞു സ്റ്റാറ്റിക്, അതാണ് ക്യാഷ് മെമ്മറി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് ആണ് ഡൈനാമിക് റാം. അതാണ് നമ്മൾ പ്രൈമറി മെമ്മറി കൊണ്ട് പറയുന്നത് ഡൈനാമിക് റാമിനാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഡൈനാമിക് റാമിനെ 2 തരത്തിൽ പിന്നെയും കാറ്റഗറൈസ് ചെയ്ത്, അതായത് ഇതിൻ്റെ വേർഷൻസ് ആണ്. സിങ്ക്രണസ് ഡൈനാമിക് റാം. എസ് ഡി റാമിൽ എസ് എന്ന് പറഞ്ഞാൽ എന്താ, സിങ്ക്രണസ് ആണ്, സ്റ്റാറ്റിക് അല്ല. സിങ്ക്രണസ് ഡൈനാമിക് റാം. ഡബിൾ ഡാറ്റ റാം, ഡബിൾ ഡാറ്റ റൈറ്റ് റാം എന്നൊക്കെ പറയാം കേട്ടോ. അപ്പോൾ റാമിൻ്റെ കാറ്റഗറി നോക്കി, എസ് റാമും ഡി റാമും അതിൽ കാറ്റഗറി നോക്കി അത് നോട്ട് ചെയ്ത് വെക്കുക. നെക്സ്റ്റ് റോം ആണുള്ളത്. റീഡ് ഓപ്പറേഷന് വേണ്ടി മാത്രമാണ്. ആ റോം എന്ന് പറഞ്ഞാൽ ഒരു മെമ്മറി ആയിരിക്കും. അതിൽ ഇൻസ്ട്രക്ഷൻസിന്, പ്രോഗ്രാംസിനെ സ്റ്റോർ ചെയ്യാൻ, അതായത് സിസ്റ്റം വർക്ക് ചെയ്യേണ്ട പ്രോഗ്രാംസ്. ഓക്കെ, ബൂട്ട് ചെയ്യാൻ നമ്മളിപ്പോൾ സിസ്റ്റം ഫസ്റ്റ്ലി ബൂട്ട് ചെയ്ത് വരുമല്ലോ അല്ലേ, ഓപ്പറേറ്റിംഗ് സിസ്റ്റം ലോഡ് ചെയ്ത് വരുമല്ലോ. ആ പ്രോസസ്സിനെ നമ്മൾ ബൂട്ടിംഗ് എന്ന് പറയുന്നത്. അതിന് വേണ്ടിയിട്ടുള്ള പ്രോഗ്രാം അതിൽ ഇൻബിൽട്ടായിട്ട് വെക്കണം അല്ലേ. അതൊക്കെയാണ് റോമിലായിരിക്കും ആ ഒരു അത്തരം പ്രോഗ്രാംസൊക്കെ ഉണ്ടാവുക. ഓക്കെ, റീഡ് ഓപ്പറേഷൻസ് അല്ലേ, റീഡ് ഓപ്പറേഷൻ മാത്രമേ നടക്കുള്ളൂ. അപ്പോൾ നമ്മൾ കാറ്റഗറി ഓഫ് റോമാണ് എം റോം, പി റോം, ഇ പി റോം, ഇ പി റോം. എന്താ നമുക്കൊന്ന് പറയാം. ഓക്കെ, ഓക്കെ, ഇവിടെ പറഞ്ഞിട്ടുണ്ട്. എസ് റാം എന്ന് പറഞ്ഞാൽ എന്താ, എസ് ഡി റാം സിങ്ക്രണസ് ഡൈനാമിക് റാം. ഡി ഡി ആർ എന്ന് പറഞ്ഞാൽ ഡബിൾ ഡാറ്റ റൈറ്റ്. എസ് ഡി റാമിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഡി ഡി ആർ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഇവിടെ നോക്കാം. എസ് റാം എന്ന് പറഞ്ഞാൽ എന്താ, ക്യാഷ് മെമ്മറി ആയിരുന്നു അല്ലേ. എസ് റാം എന്ന് പറഞ്ഞാൽ ക്യാഷ് മെമ്മറി ആയിരുന്നു. എസ് റാം ക്യാഷ് മെമ്മറി ആയിരുന്നു. സ്റ്റാറ്റിക് റാം, ഡൈനാമിക് റാം. അപ്പോൾ ഇതിൻ്റെ കാറ്റഗറി ഒന്നിങ്ങനെ പറഞ്ഞു പോവാം കേട്ടോ. ക്യാഷ് മെമ്മറി ആയിരുന്നു, ഫാസ്റ്റസ്റ്റ് ആണ്. അതായത് നമ്മൾ ഡി റാമിനെ അപേക്ഷിച്ച് എസ് റാം ഫാസ്റ്ററാണ്. 4 നാനോ സെക്കൻഡ് ഒക്കെ ഉള്ള ആക്സസ് എടുക്കുന്നത്. പക്ഷെ ഇവിടെ 60 നാനോ സെക്കൻഡ് എടുക്കുന്നുണ്ട്. ഇതിന് കമ്പയർ ചെയ്യുന്ന സമയത്ത് ഡി റാം സ്ലോവറാണ്. ഓക്കെ, ഇത് ഡെവലപ്പ് ചെയ്തിട്ടുള്ളത് ഫ്ലിപ്പ് ഫ്ലോപ്സ് ഒരു 6 രജിസ്റ്റേഴ്സ് വെച്ചിട്ടാണ് ഒരു മെമ്മറി യൂണിറ്റ് ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്. അതായത് മോസ്ഫെറ്റ്, മെറ്റൽ ഓക്സൈഡ് സെമി കണ്ടക്ടർ ഫീൽഡ് എഫക്റ്റ് ട്രാൻസിസ്റ്ററൊക്കെ വെച്ചിട്ടാണ് ഇത് ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്. ഇതിൽ റീഫ്രഷിൻ്റെ ആവശ്യമില്ല. ഇതൊന്ന് കണക്ട് ചെയ്ത് പഠിച്ചാൽ എസ് റാമിൽ റീഫ്രഷ് ആവശ്യമില്ല. ഡി റാം ഉണ്ടാക്കിയിട്ടുള്ളത് എന്താണ്, കപ്പാസിറ്ററും ട്രാൻസിസ്റ്ററും വെച്ചിട്ടാണ്. അപ്പോൾ ഇതിൽ ഡി റാം കപ്പാസിറ്റർ ഉണ്ട് അല്ലേ. അപ്പോൾ കപ്പാസിറ്റർ ഉള്ളത് കൊണ്ട് തന്നെ ഡി റാം റീഫ്രഷിങ് ആവശ്യമുണ്ട്. കാരണം കപ്പാസിറ്ററിൻ്റെ ചാർജിങ്ങും ഡിസ്ചാർജിങ്ങും ഒക്കെ റീഫ്രഷ് വഴിയാണ് നടക്കുന്നത്. ഓക്കെ, അപ്പോൾ റീഫ്രഷിങ് ഡി റാമിൽ മാത്രമേ റീഫ്രഷിങ് ആവശ്യമുള്ളൂ. അതൊന്ന് കണക്ട് ചെയ്തിട്ടൊന്ന് പഠിക്കട്ടോ. ഡി റാമിൽ മാത്രമേ റീഫ്രഷിങ് ആവശ്യമുള്ളൂ. ഓക്കെ, നെക്സ്റ്റ് റോമാണ്. നമ്മൾ നേരത്തെ പറഞ്ഞു റോം അല്ലേ. റാൻഡായിട്ട് ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് റോം യൂസ് ചെയ്യുന്നത്. റീഡ് ചെയ്യാൻ മാത്രമേ നമ്മൾ യൂസ് ചെയ്യുന്നുള്ളൂ അല്ലേ. അപ്പോൾ ഇവിടെ നമ്മൾ റീഫ്രഷിൻ്റെ ആവശ്യമില്ല. അപ്പോൾ ഡി റാമിൽ മാത്രമേ റീഫ്രഷിങ് നമ്മൾ ചെയ്യുന്നുള്ളൂ. ഈ റോമിൻ്റെ കാറ്റഗറി നമുക്കറിയാം. എം റോം, മാസ്ക്ഡ് റോം. ഓക്കെ, എം റോം ഉണ്ട്. പി റോം, പ്രോഗ്രാമബിൾ റോം. ഇ പി റോം എന്ന് പറഞ്ഞാൽ എന്താ, ഇലക്ട്രിക്കലി പ്രോഗ്രാമബിൾ, ഇറേസബിൾ പ്രോഗ്രാമബിൾ റോം. നെക്സ്റ്റ് ഇ പി റോം, ഇലക്ട്രിക്കലി ഇറേസബിൾ പ്രോഗ്രാമബിൾ റോം. ഫസ്റ്റ് വൺ മാസ്ക്ഡ് റോം. മാസ്ക്ഡ് റോം എന്ന് പറഞ്ഞാൽ
അതായത് ഇത് റോമാണെന്ന് വിചാരിച്ചോ. ഓക്കെ, ഇതിൽ മാനുഫാക്ചർ ചെയ്യുന്ന സമയത്ത് തന്നെ ഇതിൽ പ്രോഗ്രാം ഇൻബിൽഡ് ആയിട്ട് ഇൻ്റഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. ഓക്കെ, ഇനി നമുക്ക് ആവശ്യമുള്ള സമയത്തൊക്കെ ഇതിൽ നിന്ന് പ്രോഗ്രാം റീഡ് ചെയ്തെടുക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് എന്താ പറയുക, ഇതൊരു മാസ്ക്ഡ് റോം എന്ന് പറഞ്ഞാൽ നമുക്കിത് ഇറേസ് ചെയ്യാനോ കാര്യങ്ങൾക്കൊന്നും പറ്റൂല. ഇതിങ്ങനെ ഇൻബിൽഡ് ആയിട്ട് ഒരു റോം ഇങ്ങനെ വാങ്ങാം, ഒരു മാനുഫാക്ചറിങ് കമ്പനി ഇൻബിൽഡ് ആയിട്ട് വെച്ചിട്ടുണ്ടാവും. ഓക്കെ, അപ്പോൾ പ്രീ പ്രോഗ്രാംഡ് സെറ്റ് ഓഫ് ഡാറ്റ ആൻഡ് ഇൻസ്ട്രക്ഷൻ എന്ന് പറഞ്ഞുകൂടെ അതിൽ മാസ്ക്ഡ് റോം ആണെങ്കിൽ. അപ്പം ഈ റോം മാനുഫാക്ചർ ചെയ്യുന്ന സമയത്ത് തന്നെ ഇതിൽ പ്രോഗ്രാം ഇൻ്റഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. അതാണ് മാസ്ക്ഡ് റോം, ഇറേസ് ചെയ്യാൻ പറ്റൂല. ഓക്കെ, നെക്സ്റ്റ് പ്രോഗ്രാമബിൾ റോമാണ്. അപ്പോൾ നമുക്ക് ഇപ്പോൾ പ്രോഗ്രാമബിൾ റോം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ അതാ ഇത് റോമാണ്. ഇത് നമുക്ക് എന്ത് ചെയ്യാം, ഇപ്പോൾ റോമിൻ്റെ ഉള്ളിൽ എന്തുണ്ട്, നമുക്ക് ആവശ്യമായിട്ടുള്ള പ്രോഗ്രാം യൂസറിന്, അതായത് ആ ഒരു സിസ്റ്റം ഡെവലപ്പ് ചെയ്യുന്ന ആൾക്ക് എന്തിനു വേണ്ടിയിട്ടുള്ള പ്രോഗ്രാമാണോ, അല്ലെങ്കിൽ ഇപ്പോൾ ഒരു എംബഡഡ് സിസ്റ്റത്തിന് വേണ്ടിയിട്ടുള്ള, ഇപ്പോൾ ഒരു വാഷിംഗ് മെഷീനുള്ള പ്രോഗ്രാം ആണെങ്കിൽ അതിനെ റൈറ്റ് ചെയ്യാൻ കഴിയും. ഓക്കെ, വൺ ടൈം പ്രോഗ്രാമബിളാണ്. ഒരു വട്ടം റൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അതിനെ മാറ്റാൻ കഴിയില്ല. ഓക്കെ, അതാണ് പ്രോഗ്രാംഡ് ബൈ യൂസർ, വൺ ടൈം പ്രോഗ്രാമബിൾ, വൺസ് പ്രോഗ്രാംഡ് ദ ഇൻഫർമേഷൻ സ്റ്റോർഡ് ഈസ് പെർമനൻറ്റ്. അതാണ് പ്രോഗ്രാമബിൾ റോം കേട്ടോ, പി റോം എന്ന് പറയും. നെക്സ്റ്റ് ആണ് ഇ പി റോം. ഓക്കെ, ഇ പി റോം എന്ന് പറഞ്ഞാൽ ഇറേസബിൾ പ്രോഗ്രാമബിൾ റോം. അപ്പോൾ ഇറേസിങ് നടക്കുന്ന എങ്ങനെ, ഒരു യു വി ലൈറ്റ് വെച്ചിട്ടാണ് ഇറേസിങ് നടക്കുക കേട്ടോ. ഇവിടെ എന്തെങ്കിലും ശ്രദ്ധിക്കുക, യു വി ലൈറ്റ് വെച്ചിട്ടാണ് ഇറേസിങ് നടക്കുക. ഓക്കെ, അപ്പോൾ ഇത് നോക്കാം. അപ്പോൾ ഇത് നമുക്ക് എന്ത് ചെയ്യാം, ഇങ്ങനെ ഒരു റോം ഉണ്ട്, അതിൽ കുറച്ച് പ്രോഗ്രാംസ് ഉണ്ട്. ഓക്കെ, ഇതിൻ്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ നമുക്ക് യു വി ലൈറ്റ് വെച്ച് ഇറേസ് ചെയ്തത് കൊണ്ട് നമുക്ക് ഈ പ്രോഗ്രാം മൊത്തത്തിൽ മാത്രമേ ഇറേസ് ചെയ്യാൻ പറ്റുള്ളൂ. നമുക്കൊരു ബ്ലോക്ക്, ഇപ്പോൾ ഇത്രയും ഭാഗമായിട്ടുള്ള ഒരു ബ്ലോക്ക് നമുക്ക് ഇറേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് നടക്കില്ല ഇറേസബിൾ പ്രോഗ്രാമബിൾ റോമിൽ നിന്ന്. അപ്പോൾ കംപ്ലീറ്റ്ലി ഇറേസബിൾ ആണ്, കനോട്ട് ഇറേസ് എ പാർട്ട് ഓഫ് കോഡ്. ഓക്കെ, ഇറേസിങ് നടക്കുന്നത് യു വി ലൈറ്റ് വെച്ചിട്ടായിരിക്കും. ഒരു 20 മിനിറ്റൊക്കെ യു വി ലൈറ്റിൻ്റെ അണ്ടറിൽ വെച്ച് കഴിഞ്ഞാൽ ഈ പ്രോഗ്രാംസ് ഇവിടുന്ന് ഇറേസ് ചെയ്ത് പോവാം. ഓക്കെ, നെക്സ്റ്റ് ആണ് ഇലക്ട്രിക്കലി ഇറേസിബിൾ പ്രോഗ്രാമബിൾ റോം. കുറച്ചും കൂടി അഡ്വാൻസ്ഡ് വേർഷനാണ്. നമുക്ക് ഒരു പ്രോഗ്രാമിൻ്റെ ഒരു പാർട്ട്, ഈ ഒരു പാർട്ട് മാത്രം ഡിലീറ്റ് ചെയ്ത് കളയണം. അപ്പോൾ അതിന് നടക്കും അല്ലേ. പ്രോഗ്രാം ആൻഡ് റീപ്രോഗ്രാംഡ് ഇലക്ട്രിക്കലായിട്ടാണ് നമ്മൾ ഇറേസ് ചെയ്യുന്നത്. ഇലക്ട്രിക് ഫീൽഡ് വെച്ചിട്ടായിരിക്കും നമ്മൾ ഇറേസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ യു വി ലൈറ്റിൻ്റെ ആവശ്യമില്ല. ക്യാൻ ഇറേസ് എ ബ്ലോക്ക് ഓഫ് മെമ്മറി റാദർ ദാൻ എൻ്റയർ ചിപ്പ് അല്ലേ. ഇവിടെ എന്താണ്, നമുക്ക് എൻ്റയർ ചിപ്പ് ഡിലീറ്റ് ചെയ്യുന്നതിന് പകരം എന്ത് ചെയ്യാം, നമുക്കൊരു ബ്ലോക്ക് ഓഫ് മെമ്മറി മാത്രം ഡിലീറ്റ് ചെയ്ത് കളയാൻ കഴിയും. ഓക്കെ, ഇതാണ് എന്ത് റോമിൻ്റെ കാറ്റഗറി. ഇനി നമുക്ക് DMA എന്ന് പറഞ്ഞിട്ടുള്ളൊരു കൺസെപ്റ്റ് ഉണ്ട്, ഡയറക്റ്റ് മെമ്മറി ആക്സസ്. ഇപ്പോൾ DMA കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മൾ ഏതൊരു ഡാറ്റയും, ഇപ്പോൾ നമുക്ക് മൈക്രോ പ്രോസസ്സറിൻ്റെ ആവശ്യമുണ്ട് അല്ലേ. ഇപ്പോൾ നോക്കിയാൽ നമ്മൾ ഒരു IO ഡിവൈസ് ഉണ്ട്, ഒരു IO ഡിവൈസ് ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസ് ഉണ്ട്. ഇപ്പോൾ ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യണം, ഒരു മെമ്മറി ഡിവൈസ് ഉണ്ട്, ഇതിലേക്ക് ഡാറ്റ സ്റ്റോർ ചെയ്യണം. ഓക്കെ, ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസ് വഴി മെമ്മറിയിലേക്ക് ഒരു A എന്ന് പറഞ്ഞിട്ട് ഡാറ്റ വെള്ളം സ്റ്റോർ ചെയ്യണം. ഓക്കെ, ഇങ്ങനെ സ്റ്റോർ ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യണം, ഇപ്പോൾ ഇതിൻ്റെ പ്രോസസ്സ് പറയുകയാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ഈ ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസ് നമ്മൾ ഇതിലൂടെ മൈക്രോ പ്രോസസ്സർ വഴി എന്ത് ചെയ്യണം, മൈക്രോ പ്രോസസ്സർ കണക്ട് ചെയ്യണം. ഏതൊരു ഡാറ്റ സ്റ്റോർ ചെയ്യണമെന്നുണ്ടെങ്കിൽ മൈക്രോ പ്രോസസ്സർ കണക്ട് ചെയ്യണം അല്ലേ. ഓക്കെ, ഇങ്ങനെയാണ് ശരിക്കും ചെയ്യേണ്ടത്. ഓക്കെ, നമുക്ക് ഇങ്ങനെ ഇത് മൈക്രോ പ്രോസസ്സർ കണക്ട് ചെയ്യാതെ നേരിട്ട് മെമ്മറിയുമായിട്ട് കണക്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ഫാസ്റ്റർ ആവൂലേ. ഓക്കെ, മൈക്രോ പ്രോസസ്സറിനെ ഇൻവോൾവ് ചെയ്യാതെ അല്ലേ. അപ്പോൾ ഇതിന് വേണ്ടിയിട്ടാണ് നമ്മൾ DMA എന്ന് പറഞ്ഞിട്ടുള്ളൊരു കൺസെപ്റ്റ് യൂസ് ചെയ്യുന്നത്. DMA. ഓക്കെ, DMA കൺട്രോളർ വെച്ചിട്ടാണ് നമ്മളിത് കണക്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇതിങ്ങനെ ഒരു ബസ്സാണെന്ന് വിചാരിച്ചോ. ഇപ്പോൾ DMA കണക്ട് ചെയ്യുന്ന ഒരു ബസ്സാണ് എന്ത്, സിസ്റ്റം ബസ് കേട്ടോ, ഓർത്തേക്കണേ, സിസ്റ്റം ബസ്. അപ്പോൾ DMA കൺട്രോളറാണ് ഇങ്ങനത്തെ ഒരു, നമുക്ക് ഡയറക്റ്റായിട്ട് IO മെമ്മറിയുമായിട്ട് കണക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ
വിത്തൗട്ട് ഇൻവോൾവ്മെൻറ്റ് ഓഫ് മൈക്രോ പ്രോസസ്സർ ആണെന്നുണ്ടെങ്കിൽ DMA കൺട്രോളറാണ് ഇതിനെ ഹാൻഡിൽ ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇതൊന്ന് ഓർത്ത് വെച്ചാൽ മതി. ഇങ്ങനൊരു കൺസെപ്റ്റ് ഉണ്ട്. ഇപ്പോൾ ഡയറക്റ്റ് മെമ്മറി ആക്സസ്, ഇപ്പോൾ പ്രോസസ് ഓഫ് ട്രാൻസ്ഫറിങ് ഡാറ്റ വിത്തൗട്ട് ഇൻവോൾവ്മെൻറ്റ് ഓഫ് പ്രോസസ്സർ CPU. അപ്പോൾ DMA കൺട്രോളർ ഹാൻഡിൽ DMA ടെക്നിക്. അപ്പോൾ DMA കൺട്രോളറാണ്. ഇപ്പോൾ DMA കൺട്രോളറിൻ്റെ IC ആണ് 8257 കേട്ടോ. അപ്പോൾ ഇതാണ് DMA കൺട്രോളറിൻ്റെ IC. ഓക്കെ, അപ്പോൾ കുറച്ച് ICകൾ നമുക്കൊന്ന് നോക്കാം. ഇതിൽ ഇത് നോക്കുന്ന സമയത്ത് 8250 മുതൽ സ്റ്റാർട്ട് ചെയ്യാം. പിന്നെ നമ്മൾ എന്ത് ചെയ്യാം, നമുക്ക് ഒരു 6 IC പഠിച്ചു വെക്കാം. ഓക്കെ, മിക്കവാറും ക്വസ്റ്റ്യൻസ് ഈ 6 IC ഇരുന്ന് തന്നെ ആയിരിക്കും. 0 1 ഓക്കെ, 0 സ്റ്റാർട്ട് ചെയ്യുക, പിന്നെ 1, പിന്നെ ഓഡ് നമ്പറിൽ 3 5 7 9 ഇങ്ങനെ പഠിച്ചു വെക്കാം. 8251 53 57 55 57 59. ഓക്കെ, ഒരു കോഡുണ്ട് UTP-DI. ഓക്കെ, അപ്പോൾ ഇവിടുന്ന് മുതലാണ് തുടങ്ങുക കേട്ടോ. ഇവിടുന്ന് മുതൽ TPDI ഇങ്ങനെ പഠിച്ചു വെക്കുക. ഓക്കെ, ഇനി നമ്മൾ 8250 നോക്കുമ്പോൾ യൂണിവേഴ്സൽ 8250 മാത്രം നമ്മൾ സെപ്പറേറ്റ് പഠിക്കുക. യൂണിവേഴ്സൽ അസിൻക്രണസ് റിസീവർ ട്രാൻസ്മിറ്റർ ആണ്. യൂണിവേഴ്സൽ അസിൻക്രണസ് റിസീവർ ട്രാൻസ്മിറ്റർ. ഇനി 51 എന്ന് പറയുമ്പോൾ യു പറഞ്ഞാൽ യൂണിവേഴ്സൽ സിൻക്രണസ് അസിൻക്രണസ്. ഇത് രണ്ടും കൺഫ്യൂഷൻ ആണെങ്കിൽ ഇതൊന്ന് കാര്യമായിട്ട് ഒന്ന് പഠിക്കുക. യൂണിവേഴ്സൽ സിൻക്രണസ് അസിൻക്രണസ് റിസീവർ ട്രാൻസ്മിറ്റർ. നെക്സ്റ്റ് ടൈമർ കൺട്രോളർ. ഓക്കെ, 55 എന്ന് പറഞ്ഞാൽ പാരലൽ പെരിഫറൽ ഇൻ്റർഫേസ്. 57 ആണ് DMA കൺട്രോളർ. 59 ആണ് ഇൻറ്ററപ്റ്റ് കൺട്രോളർ. ഓക്കെ, ഇതിങ്ങനെ കറക്റ്റായിട്ടൊന്ന് പഠിച്ചു പോകാം കേട്ടോ. അപ്പം ഇനി ഒരു ക്വസ്റ്റ്യൻ കണ്ടതാണ്. നമ്മൾ ബൂട്ട് സ്ട്രാപ്പ് ഇല്ലേ, അതായത് നമ്മൾ സിസ്റ്റം ബൂട്ട് ചെയ്യൂലേ. അപ്പോൾ ബൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്, അതായത് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിനെ നമ്മൾ പ്രൈമറി മെമ്മറിയിലേക്ക് ലോഡ് ചെയ്യുന്ന പരിപാടിക്കാണ് ബൂട്ടിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അപ്പോൾ ഈ OS എവിടെ ഉണ്ടാവുക? OS ഹാർഡ് ഡിസ്കിലായിരിക്കും ഉണ്ടാവുക. ഈ ഹാർഡ് ഡിസ്കിൽ നിന്ന് ഇനീഷ്യേറ്റ്ലി സിസ്റ്റം ഓൺ ചെയ്യുന്ന സമയത്ത് ഈ ഹാർഡ് ഡിസ്കിൽ നിന്ന് പ്രൈമറി മെമ്മറിയിലേക്ക് ലോഡ് ചെയ്യിക്കണം. അതിനാണ് ബൂട്ടിംഗ് എന്ന് പറയുക. ബൂട്ട് സ്ട്രാപ്പ് പ്രോഗ്രാമറാണ് അത് ചെയ്യുന്നത്. അപ്പോൾ ഈ ബൂട്ട് സ്ട്രാപ്പ് പ്രോഗ്രാം എന്ന് പറഞ്ഞാൽ ഒരു പ്രോഗ്രാമാണ്. അപ്പോൾ ഇയാൾ എവിടെയാണ് കിടക്കുക? ഇയാൾ റോമിൻ്റെ ഉള്ളിലാണ് ഉണ്ടാവുക കേട്ടോ. നോക്കി വെക്കാം. ഇനി സെക്കൻഡറി മെമ്മറീനെ നമ്മൾ എന്ത് പറയുന്നുണ്ട്? സെക്കൻഡറി മെമ്മറീനെ നമ്മൾ ഓക്സിലറി മെമ്മറി കൂടി എന്ന് പറയും കേട്ടോ. സെക്കൻഡറി മെമ്മറീനെ ഓക്സിലറി മെമ്മറി കൂടി പറയുന്നുണ്ട്. ഓക്കെ, ഇനി നമ്മൾ ഹാർഡ് ഡിസ്കിനെ പറ്റിയിട്ടൊന്ന് സംസാരിക്കാം. ഹാർഡ് ഡിസ്ക് എന്ന് പറയുമ്പോൾ നമുക്ക് മെമ്മറി സ്റ്റോറേജിന് വേണ്ടിയിട്ട്, സെക്കൻഡറി മെമ്മറി സ്റ്റോറേജിന് വേണ്ടിയിട്ടാണ് ഹാർഡ് ഡിസ്ക് അല്ലേ. കുറച്ച് സ്റ്റീൽ പ്ലേറ്റുകൾ കൂടി ചേർന്നിട്ടുള്ളൊരു സിലിണ്ടർ സ്ട്രക്ചറാണ് നമ്മൾ ഹാർഡ് ഡിസ്കിൻ്റെ ഒരു ഷേപ്പ് എന്ന് പറഞ്ഞാൽ. ഓക്കെ, അതിന് ഡാറ്റ റീഡ് എടുക്കണമെന്നുണ്ടെങ്കിൽ റീഡ് റൈറ്റ് ഹെഡ് ഉണ്ടാവും. ഓക്കെ, ഓരോ പ്ലേറ്റിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള റീഡ് റൈറ്റ് ഹെഡുകൾ ഉണ്ടാവും. ഓക്കെ, ഇനി നമുക്ക് നോക്കാം, ഒരു സിലിണ്ടറിക് സ്ട്രക്ചറാണ്. ഇപ്പോൾ ഞാൻ ഈ ഒരു സിലിണ്ടറിനെ എടുത്തിട്ട് ഇങ്ങോട്ടേക്ക് വരയ്ക്കാം. ഓക്കെ, ഇപ്പോൾ സിലിണ്ടർ സ്ട്രക്ചർ ആണെങ്കിൽ ഫസ്റ്റ് ഇങ്ങനെ ട്രാക്കുകൾ ഉണ്ടാവും അതിൻ്റെ ഉള്ളിൽ. ഓക്കെ, കണ്ടോ? അതായത് ഒരു സിലിണ്ടർ സ്ട്രക്ചർ ട്രാക്ക്. ഓക്കെ, അടുത്തൊരു ട്രാക്ക്, അടുത്തൊരു ട്രാക്ക്, അടുത്ത ട്രാക്ക്, ഇങ്ങനെ ട്രാക്കുകൾ ഉണ്ടാവും. നോക്കിയാ ഇങ്ങനെ ട്രാക്ക്. ഇപ്പോൾ ഇതിങ്ങനെ സിലിണ്ടർ. ഓക്കെ, ഇനി ഓരോ ട്രാക്കിൻ്റെ ഉള്ളിലും നമ്മളിങ്ങനെ പിന്നെയും ഇതിനെ ഡിവൈഡ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. ഈ ഡിവിഷൻ പോയിൻ്റാണ് നമ്മൾ സെക്ടർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഹാർഡ് ഡിസ്കിൻ്റെ ഉള്ളിൽ സെക്ടറിൻ്റെ ഉള്ളിലായിരിക്കും ഡാറ്റ റിസൈഡ് ചെയ്യുക. ഓക്കെ, അപ്പോൾ അത് ട്രാക്കുകളുണ്ട് ഹാർഡ് ഡിസ്കിനുള്ളിൽ. ഓക്കെ, ഇതാണ് ഒരു പ്ലേറ്റ് അല്ലേ, ഒരു മെറ്റാലിക് പ്ലേറ്റ്. ഈ പ്ലേറ്റ് പിന്നെയും ഡിവൈഡ് ചെയ്തിട്ട് ട്രാക്കുകളാക്കിയിട്ടുണ്ട്. ട്രാക്ക് വീണ്ടും ഡിവൈഡ് ചെയ്തിട്ട് ഉണ്ടാക്കിയിട്ടുണ്ട്, സെക്ടേഴ്സ് ആക്കിയിട്ടുണ്ട്. സെക്ടറിൻ്റെ ഉള്ളിലാണ് ഡാറ്റ റിസൈഡ് ചെയ്യുക. ഓക്കെ,
അപ്പോൾ ട്രാക്ക് ഒരു സെക്ടർ എന്ന് പറഞ്ഞാൽ എന്താ, സെക്ടർ എന്ന് പറഞ്ഞാൽ ഒരു സെക്ടറിൻ്റെ ഉള്ളിൽ 512 ബൈറ്റാണ് സാധാരണഗതിയിൽ സ്റ്റോർ ചെയ്ത് വെക്കുക കേട്ടോ. 512 ബൈറ്റ്. ഇനി കുറച്ചും കൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഇതിലാണെങ്കിൽ 4 KB സ്റ്റോർ ചെയ്യും. ഓക്കെ, അപ്പോൾ ഇങ്ങനെ നമ്മളിങ്ങനെ നോക്കിയാൽ ഇവിടെ ഓരോ പ്ലേറ്റ് ഇങ്ങനെ അടുക്കി വെച്ചാൽ നമുക്ക് ഇതൊരു മൊത്തത്തിലൊരു സിലിണ്ടറായിട്ട് നമുക്ക് കാണാൻ കഴിയും അല്ലേ. അപ്പോൾ ഇതിൽ നിന്ന് എന്ത് ചെയ്യാം, ഒരു ട്രാക്ക് അതിന് കറസ്പോണ്ടിങ് താഴെ ഉള്ള പ്ലേറ്റിലെ ഒരു ട്രാക്ക് ഇതിങ്ങനെ എടുത്തു കഴിഞ്ഞാൽ ഇതിങ്ങനെ ഒരു സിലിണ്ടറായിട്ട് നമുക്ക് ഇങ്ങനെ കിട്ടും. ഓക്കെ, ഒരു ക്വസ്റ്റ്യൻ ആണ്, ഹൗ മെനി റീഡ് ആൻഡ് റൈറ്റ് ഹെഡ് ആർ ഇൻ ദർ. അതായത് ഒരു ഹാർഡ് ഡിസ്കിൻ്റെ ഉള്ളിൽ എത്ര റീഡ് റൈറ്റ് ഹെഡ് ഉണ്ടാവും നോക്കിയാൽ, ഇവിടെ എത്ര റീഡ് റൈറ്റ് ഹെഡ് ഉണ്ട് കേട്ടോ. ഒരു പ്ലേറ്റ് ഉണ്ട്, അതിനൊരു റീഡ് റൈറ്റ് ഹെഡ്. അതായത് റീഡ് റൈറ്റ് ഹെഡ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഈ ഒരു സെക്ടറിലാണ് ഡാറ്റ എന്നുണ്ടെങ്കിൽ എന്താ ഇവിടേക്ക് പോയിന്റ് ചെയ്യുകയായി. ഓക്കെ, ഇനി ഇവിടെയാണ് ഡാറ്റ എന്നുണ്ടെങ്കിൽ ഇത് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യും. ഇവിടെ എത്തിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ഇതിനെ ഇങ്ങനെ ആക്സസ് ചെയ്യും. ഓക്കെ, അപ്പോൾ മോർ ദാൻ വൺ അല്ലേ, ഓരോ പ്ലേറ്റിനും ഓരോ റീഡ് റൈറ്റ് ഹെഡ് ഉണ്ടാവും. ഓക്കെ, അതാണ് ഹാർഡ് ഡിസ്ക്. ഓക്കെ, ഇനി കുറച്ച് രജിസ്റ്റേഴ്സാണ്. രജിസ്റ്റേഴ്സ് നമ്മൾ നോക്കിയാൽ വേറൊരു ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്. രജിസ്റ്റേഴ്സ് മെയിനായിട്ട് വരുന്ന രജിസ്റ്ററാണ് പ്രോഗ്രാം കൗണ്ടർ. പ്രോഗ്രാം കൗണ്ടർ എന്തിനാണ് യൂസ് ചെയ്യുന്നത്, അതായത് നമ്മളിപ്പോൾ ഒരു ഇൻസ്ട്രക്ഷൻ റൺ ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ് കേട്ടോ. ഇൻസ്ട്രക്ഷൻ ഇങ്ങനെ റൺ ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്. ഓക്കെ, ഇപ്പോൾ ഇവിടെയാണ് റൺ ചെയ്യേണ്ടതുണ്ട്. ഇപ്പോൾ 503 എന്ന് പറഞ്ഞിട്ടുള്ള ഇൻസ്ട്രക്ഷൻ ആണ് ഇപ്പോൾ കറൻ്റ് ആയിട്ട് റൺ ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ ഇനി അടുത്ത ഇൻസ്ട്രക്ഷൻ 504 ആണെങ്കിൽ പ്രോഗ്രാം കൗണ്ടറിൻ്റെ ഉള്ളിലുള്ള വാല്യൂ 504 ആയിരിക്കും. അതായത് കറൻ്റ് റൺ ചെയ്യുന്ന ഇൻസ്ട്രക്ഷനെ സ്റ്റോർ ചെയ്യാനല്ല, നെക്സ്റ്റ് റൺ ചെയ്യേണ്ട ഇൻസ്ട്രക്ഷൻ ഏത് മെമ്മറി ലൊക്കേഷനിലാണോ അതിനെയാണ് നമ്മൾ പ്രോഗ്രാം കൗണ്ടറിൽ സ്റ്റോർ ചെയ്യുക. അപ്പോൾ പ്രോഗ്രാം കൗണ്ടർ കണ്ടെയ്ൻസ് അഡ്രസ് ഓഫ് നെക്സ്റ്റ് ഇൻസ്ട്രക്ഷൻ ടു ബി എക്സിക്യൂട്ടഡ്. ഓക്കെ, പ്രോഗ്രാം കൗണ്ടർ എന്ന് പറഞ്ഞാൽ നെക്സ്റ്റ് ഇൻസ്ട്രക്ഷൻ ടു ബി എക്സിക്യൂട്ട്. പ്രോഗ്രാം കൗണ്ടറിനെ വേറെ ഒരു നമ്മൾ ഇൻസ്ട്രക്ഷൻ പോയിൻ്റർ കൂടി പറയും പ്രോഗ്രാം കൗണ്ടർ, അല്ലെങ്കിൽ പ്രോഗ്രാം കൗണ്ടറിന് PC എന്ന് പറയും, അല്ലെങ്കിൽ നമ്മൾ എന്ത് പറയും, ഇൻസ്ട്രക്ഷൻ പോയിൻ്റർ എന്ന് പറയും. ഓക്കെ, അതായത് നെക്സ്റ്റ് ഇൻസ്ട്രക്ഷൻ ഏത് ലൊക്കേഷനിലാണോ അതിനെയാണ് നമ്മൾ സ്റ്റോർ ചെയ്യുക. നെക്സ്റ്റ് അഡ്രസ് രജിസ്റ്ററാണ് സ്റ്റാക്ക് പോയിൻ്റർ. അതായത് ടോപ്പ് ഓഫ് ദി സ്റ്റാക്കിൻ്റെ മെമ്മറി, അതായത് ടോപ്പ് ഓഫ് ദി സ്റ്റാക്കിൽ ഏത് മെമ്മറി ലൊക്കേഷനാണ് സ്റ്റോർ ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ഈ ഒരു പ്രോഗ്രാം ഇങ്ങനെ റൺ ചെയ്തുകൊണ്ടിരിക്കുക. ഫസ്റ്റ് പ്രോഗ്രാം റൺ ചെയ്തു, ഇവിടെ റൺ ചെയ്തു, ഇവിടെ റൺ ചെയ്തു, ഇവിടെ. ഇപ്പോൾ 504 റൺ ചെയ്തുകൊണ്ടേ ഇരുന്ന സമയത്ത് എന്തെങ്കിലും ഒരു ഇൻട്രപ്റ്റ് വന്നു. ഓക്കെ, ഇൻട്രപ്റ്റ് വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും, ഇൻട്രപ്റ്റ് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പോയി പ്രോഗ്രാം ഇവിടെ ഹോൾഡ് ചെയ്ത് വെച്ചിട്ട് ഇൻട്രപ്റ്റ് നമ്മൾ എക്സിക്യൂട്ട് ചെയ്തിട്ട് നമ്മൾ തിരിച്ച് ഈ പ്രോഗ്രാമിലേക്ക് വരുന്ന സമയത്ത് ഉള്ള മെമ്മറി ലൊക്കേഷൻ എവിടുന്ന് മുതലാണ് ഡാറ്റ ചെയ്യേണ്ടതെന്നുള്ള മെമ്മറി ലൊക്കേഷനാണ് ടോപ്പ് ഓഫ് ദി സ്റ്റാക്കിൽ ഉണ്ടാവുക. ഓക്കെ, അതാണ് നമ്മൾ സ്റ്റാക്ക് പോയിൻ്ററിൽ ഉണ്ടാവുക. കൺട്രോൾ റിട്ടേൺ ആഫ്റ്റർ എ ഫംഗ്ഷൻ കംപ്ലീറ്റ്. ഒരു ഫംഗ്ഷൻ കംപ്ലീറ്റ് വരുന്ന സമയത്ത് ഏത് ലൊക്കേഷനിലേക്കാണോ നമ്മൾ റിട്ടേൺ പോകേണ്ടത് അതാണ് സ്റ്റാക്ക് പോയിൻ്ററിലേക്ക് ഉണ്ടാവുക കേട്ടോ. മെമ്മറി. ഓക്കെ, ഇനി നമ്മൾ എന്ത് ചെയ്യണം, ഈ മെമ്മറി യൂണിറ്റ്സ് കൂടി ഒന്ന് നോക്കണം. ഓക്കെ, ഈ മെമ്മറി യൂണിറ്റ്സ് നമ്മൾ നോക്കുന്ന സമയത്ത് ഫസ്റ്റ് ഇപ്പോൾ ഇങ്ങനെയാണ് നമ്മളെ മെമ്മറി യൂണിറ്റിൻ്റെ റെപ്രസെൻറ്റേഷൻ. സ്മോൾ b ആണെന്നുണ്ടെങ്കിൽ അത് ബിറ്റിനെയാണ് റെപ്രസെൻറ്റ് ചെയ്യുക. ക്യാപിറ്റൽ B ആണെങ്കിൽ ബൈറ്റിനെയാണ് റെപ്രസെൻറ്റ് ചെയ്യുക. എന്താണ് ബൈറ്റ്? ബൈറ്റ് എന്ന് പറഞ്ഞാൽ 8 ബിറ്റ് കൂടി ചേർന്നാണ് അല്ലേ ഒരു ബൈറ്റ്. അപ്പോൾ 1 ബിറ്റ് ഉണ്ട്. പിന്നെ ഒരു നിബിൾ എന്ന് പറഞ്ഞാൽ എന്താ, 4 ബിറ്റ് കൂടി ചേർന്നാണ് ഒരു നിബിൾ. ഇത് നമുക്കറിയാം. 8 ബിറ്റ് കൂടി ചേർന്നാണ് ഒരു ബൈറ്റ്. ഓക്കെ, ഇനി 1 KB എന്ന് പറഞ്ഞാൽ എന്താ, 1 KB എന്ന് പറഞ്ഞാൽ 1024 ബൈറ്റ് കൂടി ചേർന്നാണ് 1 KB. 1 MBയോ 1024 KB കൂടി ചേർന്നാണ് 1 MB. അപ്പോൾ ഇതിങ്ങനെ പഠിച്ചു പോവാം. MB കഴിഞ്ഞാൽ GB ഉണ്ട്, GB കഴിഞ്ഞാൽ ടെറാബൈറ്റ്. ഇതുവരെ നിങ്ങൾക്ക് അറിയണ്ടാവും അല്ലേ, KB, MB, GB, TB. പിന്നെയാണ് പെറ്റാബൈറ്റ് കേട്ടോ. നെക്സ്റ്റ് എക്സാബൈറ്റ്, സീറ്റാബൈറ്റ്, യോട്ടാബൈറ്റ്. ഇത് 4 കൂടി ഒന്ന് പഠിച്ചു വെക്കാം. ടെറാബൈറ്റ് കഴിഞ്ഞിട്ട് PEZY കേട്ടോ. പീറ്റാബൈറ്റ്,
എക്സാബൈറ്റ്, സീറ്റാബൈറ്റ്, യോട്ടാബൈറ്റ്. അപ്പോൾ നമുക്ക് അറിയുന്ന കാര്യങ്ങൾ എന്താണ്? ഫസ്റ്റ് KB അല്ലേ, പിന്നെ MB അറിയാം, ഇതുവരെ അറിയാം, GB അറിയാം, പിന്നെ TB അറിയാം അല്ലേ. GB അറിയാം, TBൻ്റെ ഹാർഡ് ഡിസ്ക് ഒക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് TB ടെറാബൈറ്റ് എന്ന് അറിയാം. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ PEZY പെസി നിന്ന് ഓർത്ത് വെച്ചാൽ മതി കേട്ടോ. അതായത് പെറ്റാബൈറ്റ്, എക്സാബൈറ്റ്, സെറ്റാബൈറ്റ്, യോട്ടാബൈറ്റ്. ഓക്കെ, അതായത് ഇത് 1024 സോട്ടാബൈറ്റ് ആയിരിക്കും 1 യോട്ടാബൈറ്റ്. ഓക്കെ, ഇത് നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും. ഓക്കെ, ഇനി നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് നോക്കാം. ഇത് ഒന്ന് നോട്ട് ചെയ്തിട്ട് കറക്റ്റായിട്ടൊന്ന് പഠിക്കുക. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് ഡാഷ് ഹോൾ അഡ്രസ് ഓഫ് ആക്റ്റീവ് മെമ്മറി ലൊക്കേഷൻ. നമ്മൾ പ്രോഗ്രാം കൗണ്ടർ നോക്കിയില്ലേ. അപ്പോൾ പ്രോഗ്രാം കൗണ്ടർ എന്ത് ചെയ്യുന്നത്? നമ്മൾ നെക്സ്റ്റ് ഇൻസ്ട്രക്ഷൻ ഏത് മെമ്മറി ലൊക്കേഷനിലാണോ അതിനെയാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്? പ്രോഗ്രാം കൗണ്ടർ യൂസ് ചെയ്യുന്നത്. ഇനി നമ്മൾ കറൻ്റ്ലി റൺ ചെയ്യുന്ന ആക്റ്റീവായിട്ടുള്ള മെമ്മറി ലൊക്കേഷൻ യൂസ് ചെയ്യുന്നതാണ് മെമ്മറി അഡ്രസ് രജിസ്റ്റർ കേട്ടോ, MAR എന്ന് പറയും. അപ്പോൾ ഇതൊന്ന് നോട്ട് ചെയ്താൽ MAR എന്ന് പറഞ്ഞാൽ ആക്റ്റീവ് മെമ്മറി ലൊക്കേഷനാണ് MAR. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ കറക്റ്റ് കാറ്റഗറൈസേഷൻ ഓഫ് വോളട്ടൈൽ സെമി കണ്ടക്ടർ. വോളട്ടൈൽ എന്ന് പറഞ്ഞാൽ എന്താ? പവർ ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ അതിലത്തെ ഡാറ്റ പോകുന്നത് അല്ലേ. അത് റാമിൻ്റെ കാറ്റഗറി ആയിരുന്നു. റാം എന്ന് പറഞ്ഞാൽ ഏതൊക്കെയാണ്? SRAM ആൻഡ് DRAM. ഓക്കെ, വിച്ച് ഓഫ് ദ ഫോളോയിങ് മെമ്മറീസ് യൂസ്ഡ് ഇൻ ദി ഡിജിറ്റൽ ക്യാമറ. ഫ്ലാഷ് മെമ്മറിയാണ് ഡിജിറ്റൽ ക്യാമറയിൽ യൂസ് ചെയ്യുന്നത്. വിച്ച് ഓഫ് ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് ദ ഫാസ്റ്റസ്റ്റ് മെമ്മറി. നമ്മൾ ഫാസ്റ്റസ്റ്റ് മെമ്മറി ഹാർഡ് ഡിസ്ക് ആണോ, DVD ആണോ, സ്റ്റാറ്റിക് റാം ആണോ, ക്യാഷ് മെമ്മറി ആണോ? ഇവിടെ നോക്കുക, ക്യാഷ് മെമ്മറി തന്നെയാണല്ലോ സ്റ്റാറ്റിക് റാം അല്ലേ, SRAM തന്നെ അല്ലേ. നമുക്ക് ഇങ്ങനെ ക്വസ്റ്റ്യൻ വന്നാൽ ക്യാഷ് മെമ്മറി കൊടുത്താൽ മതി. ഓക്കെ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് യൂസ്ഡ് ഇൻ മെയിൻ മെമ്മറി. ഓക്കെ, മെയിൻ മെമ്മറി ആയിട്ട് യൂസ് ചെയ്യുന്നത് ഏതാ? DRAM ആണ്. നമുക്ക് DRAM ആണോ SRAM ആണോ എന്ന് നമുക്കറിയില്ല, കൺഫ്യൂഷൻ. അപ്പോൾ റാമിൻ്റെ കാറ്റഗറി ഏതൊക്കെയല്ലേ? DRAM ഉണ്ട്, SRAM ഉണ്ട് അല്ലേ. SRAM നമ്മൾ ക്യാഷ് മെമ്മറി ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്, DRAM നമ്മൾ പ്രൈമറി മെമ്മറി ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് എ പെർമനൻറ്റ് മെമ്മറി ഇൻ ദ കമ്പ്യൂട്ടർ. പെർമനൻറ്റ് മെമ്മറി എന്ന് പറഞ്ഞാൽ ഡാറ്റ റീറ്റെയിൻ ചെയ്യുന്ന മെമ്മറി അല്ലേ, റോമാണ്. ഓക്കെ, വിച്ച് ഓഫ് ദ ഫോളോയിങ് മെമ്മറി യൂണിറ്റ് കൺസിഡേഴ്സ് ദ ലാർജസ്റ്റ്. ഏറ്റവും ലാർജസ്റ്റ് ഏതാ? യോട്ടാ മെമ്മറി. നമ്മൾ നേരത്തെ നോക്കിയാൽ. വിച്ച് ഈസ് ദ നോട്ട് പാർട്ട് ഓഫ് ഓക്സിലറി മെമ്മറി. ഈ ഓക്സിലറി മെമ്മറി കൊണ്ട് ഉദ്ദേശിക്കുന്നത് സെക്കൻഡറി മെമ്മറി അല്ലേ. ഓക്കെ, റോം ഉണ്ട്, ഫ്ലോപ്പി, CD-ROM, മാഗ്നറ്റിക് ഡിസ്ക്. അതായത് ഇപ്പോൾ റോം എന്ന് പറഞ്ഞാൽ നമ്മൾ ഡാറ്റ പെർമനൻ്റ് ആയിട്ട് സ്റ്റോർ ചെയ്യുകയാണെന്നുണ്ടെങ്കിലും നമ്മൾ നമുക്ക് ആവശ്യമുള്ള ഡാറ്റ സ്റ്റോർ ചെയ്യുന്ന നമ്മൾ സാധാരണ നമ്മൾ യൂസ് ചെയ്യുന്ന ഡാറ്റാബേസ് അല്ലെങ്കിൽ MP3 വീഡിയോ ഫയൽസ് ഒക്കെ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഓക്സിലറി മെമ്മറി യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നോട്ട് ദ പാർട്ട് റോം ആയിരിക്കും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഹാർഡ് ഡിസ്ക് ആർ ഓർഗനൈസ്ഡ് ആസ്. എങ്ങനെയാണ് ഹാർഡ് ഡിസ്ക് ഓർഗനൈസ് ചെയ്തിട്ടുള്ളത്? സിലിണ്ടേഴ്സ് ആണോ, ട്രാക്ക് ആണോ? സിലിണ്ടേഴ്സ് ആൻഡ് ട്രാക്ക് ആയിട്ടല്ലേ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ ഹാർഡ് ഡിസ്ക് റെക്കോർഡ് ഇൻഫർമേഷൻ ബൈ മാഗ്നറ്റൈസേഷൻ. ഒരു മാഗ്നറ്റൈസേഷൻ നടത്തിയിട്ടാണ് ഹാർഡ് ഡിസ്കിലേക്ക് ഡാറ്റ റെക്കോർഡ് ചെയ്യുന്നത്, മാഗ്നറ്റൈസേഷൻ. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഈ മെമ്മറി ഓർഗനൈസേഷൻ ഉള്ളത്. നിങ്ങൾ കറക്റ്റായിട്ട് നോട്ട് ചെയ്തിട്ട് കറക്റ്റായിട്ട് പഠിച്ചു പോവാം. ഓക്കെ, ശരി.